24 കൗണ്ടിംഗ് ഡേ മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. കള്ളക്കേസിൽ കടുത്ത പ്രതിഷേധം. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആദിവാസി ഊരുകളിലടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സിനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരെയും പരിസ്ഥിതി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിരവധി പോലീസുകാരെ അണിനിരത്തിയാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. പിന്നാലെ മാർച്ച അടിച്ചുതൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. റൂബിൻ ലാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി അവർക്കറിയാം. പല ഘട്ടത്തിലും റൂബിൻ ലാലിനെ വ്യക്തിപരമായി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആയുധമായിയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ചാലക്കുടിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. 24 തൃശൂർ. വത്സം പട്ടും പറയുകയാണ്, എത്ര കൊടുത്തു ആദിവാസികൾക്ക്, പാവങ്ങളെ പറ്റിക്കല്ലേ, കുപ്പിയും കോഴിക്കാലും കൊടുക്കാൻ മറക്കരുത്, തെറ്റ് ചെയ്തവൻ എത്ര വലിയവനല്ലാത്തതെന്ന് വത്സൻ പട്ടും എന്നൊരാൾ പറഞ്ഞു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധതയും എത്രമാത്രം വെറുപ്പും ഉള്ളിൽ പേറിയിട്ടാണ് വത്സൻ പട്ടുവത്തിനെ പോലുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഒരു മെസ്സേജ് ഇടാൻ കഴിയുക. എന്താണ്, കുപ്പിയും കള്ളും കോഴിക്കാലും കൊടുത്താൽ മാത്രമേ ആദിവാസികൾ സമരമുഖത്തേക്ക് ഇറങ്ങുള്ളൂ എന്നാണ് ഇത്തരക്കാരുടെ ധാരണ എന്നാണ് കരുതേണ്ടത്. ഈ വത്സൻ പട്ടുവത്തിലെ പോലെയുള്ള റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ ആനന്ദ നൃത്തമാടുന്ന ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. TR സോമസുന്ദരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. അത് റൂബിൻ്റെ മുത്തശ്ശനാണ്. സ്വാതന്ത്ര്യസമര സേനാനിയാണ്. ചാലക്കുടിയിൽ CPM ഒക്കെ ഒരുപാട് ജയിൽവാസം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് മർദ്ദനമേറ്റ് ചാലക്കുടിയിൽ CPM കെട്ടിപ്പടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് സോമസുന്ദരം. അദ്ദേഹത്തിൻ്റെ മകൻ മണിലാലാണ്, അതായത് റൂബിൻ്റെ അച്ഛൻ. മണിലാൽ ഈ പറഞ്ഞ ആദിവാസി മേഖലകളിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതുപോലും ആദിവാസികൾക്ക് വേണ്ടി കൊടുക്കുകയും അക്കാലത്താണ് ആദിവാസികൾക്ക് കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ഈ മണിലാൽ എന്ന് പറയുന്ന റൂബിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഒരു വലിയ ജനസംഖ്യ വരികയും ആദിവാസി ഊരുകളിലടക്കം വലിയ കരച്ചിൽ ഉയരുകയും ചെയ്ത മരണമാണ് ഈ റൂബിൻ്റെ അച്ഛൻ മണിലാലിൻ്റെ മരണം. അതിനുശേഷം റൂബിൻ ലാൽ ഈ ആദിവാസി മേഖലകളിൽ ഈ പറഞ്ഞ നമ്മളൊന്നും കടന്നു പോകാൻ കഴിയാത്ത വനംവകുപ്പ് തിരിഞ്ഞുപോലും നോക്കാത്ത ഈ വീരാങ്കുടി പോലെയുള്ള ഊരുകളിൽ അവിടെ പോയി. ഇന്നലെ വീരാങ്കുടി ഊരിനകത്ത് വലിയ പ്രതിഷേധം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ റൂബിനെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞ് പാവങ്ങൾ അവിടുത്തെ ആദിവാസികൾ അവർക്ക് പറ്റുന്നതുപോലെ ആ എല്ലാവരും കൂടി ചേർന്ന് റൂബിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമാനതകളില്ലാത്തൊരു സമരം നമ്മൾ ആ ഊരിനകത്ത് കണ്ടു. അതിൻ്റെ തുടർച്ചയിലാണ്. അല്ലാതെ ഈ വത്സൻ പട്ടുവത്തിനെ പോലെയുള്ള തെമ്മാടികൾ അല്ലെങ്കിൽ മനുഷ്യദ്രോഹികൾ പറയുന്നത് പോലെയല്ല കഥ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.